ശാന്തി 11/11/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഹൃദയം കൊണ്ട് ബാബ ബാബ എന്ന് പറയൂ. എങ്കിൽ സന്തോഷത്താൽ രോമാഞ്ചമുണ്ടാകും. സന്തോഷമായിരിക്കൂ, എങ്കിൽ മായ ജീത്തായി മാറും. ചോദ്യം: കുട്ടികൾക്ക് ഏതു കാര്യത്തിലാണ് പ്രയത്നം തോന്നുന്നത്? എന്നാൽ അതുതന്നെയാണ് സന്തോഷത്തിൻ്റെയും ഓർമ്മയുടെയും ആധാരം. ഉത്തരം: ആത്മാഭിമാനി ആകുന്നതിൽ തന്നെയാണ് പ്രയത്നം തോന്നുന്നത്. എന്നാൽ ഇതിലൂടെ സന്തോഷത്തിൻ്റെ രസം കയറുന്നു. മധുരമായ ബാബയുടെ ഓർമ്മ വരുന്നു. മായ നിങ്ങളെ ദേഹാഭിമാനത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. റുസ്തമിനോട് റുസ്തമായി യുദ്ധം ചെയ്യും. അതായത് ബലവാനോട് ബലവാനായി യുദ്ധം ചെയ്യും. ഇതിൽ കുഴങ്ങിപ്പോകുവാൻ പാടില്ല. ബാബു പറയുന്നു, കുട്ടികളെ, മായയുടെ കൊടുങ്കാറ്റുകളോട് ഭയപ്പെടാതിരിക്കൂ. കേവലം കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത്. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, അഥവാ ശിക്ഷണം നൽകുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കറിയാം, പഠിപ്പിക്കുന്ന ബാബ സദാ ദേഹി അഭിമാനിയാണ്. ആ ഒന്ന് നിരാകാരമാണ്. ദേഹം സ്വീകരിക്കുന്നതേയില്ല, പുനർജന്മത്തിൽ വരുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളായ നിങ്ങൾ എനിക്ക് സമാനം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ പരംപിതാവാണ്. പരംപിതാവിന് ദേഹം ഉണ്ടായിരിക്കുന്നില്ല. ആ ഒന്നിനെ ദേഹി അഭിമാനി എന്നും പറയുകയില്ല. ആ ഒന്ന് നിരാകാരനാണ്. ബാബു പറയുന്നു, എനിക്ക് സ്വന്തം ദേഹമില്ല. നിങ്ങൾക്കാണെങ്കിൽ ദേഹം ലഭിച്ചുവെന്നു. ഇപ്പോൾ എനിക്ക് സമാനം ദേഹത്തിൽ നിന്നും വേറിട്ടവരായി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. വിശ്വത്തിൻ്റെ അധികാരിയാകണം എന്നുണ്ടെങ്കിൽ പ്രയാസമുള്ള മറ്റൊരു കാര്യവുമില്ല. ബാബു പറയുന്നു, ദേഹാഭിമാനം ഉപേക്ഷിച്ച് എനിക്ക് സമാനമാകൂ. സദാ ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ, ഞാൻ ആത്മാവാണ്. നമ്മെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയാണെങ്കിൽ നിരാകാരമാണ്. എന്നാൽ നമ്മെ എങ്ങനെ പഠിപ്പിക്കും? അതിനാൽ ബാബ ഈ ശരീരത്തിലൂടെ വന്ന് പഠിപ്പിക്കുന്നു. ഗൗമുഖം കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗോവിൻ്റെ മുഖത്തിലൂടെ ഗംഗ വരുക സാധ്യമല്ല. മാതാവിനെയും ഗോമാത എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും ഗോക്കളാണ്. ഇദ്ദേഹം, അതായത് ബ്രഹ്മാവ്, ഗോ അല്ല. മുഖത്തിലൂടെ ജ്ഞാനം ലഭിക്കുന്നു. ബാബയുടേത് പശുവല്ലല്ലോ. കാളയുടെ മേലും സവാരി കാണിക്കുന്നു. അവരാണെങ്കിൽ ശിവനും ശങ്കരും ഒന്നാണ് എന്ന് പറയുന്നു. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ശിവശങ്കർ ഒന്നല്ല. ശിവനാകട്ടെ ഉയർന്നതിലും ഉയർന്നതാണ്. പിന്നെ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. ബ്രഹ്മാവ് സൂക്ഷ്മവതനവാസിയാണ്. കുട്ടികളായ നിങ്ങൾക്ക് വിചാരസാഗര മഥനം ചെയ്ത് പോയിന്റ്സ് കണ്ടെത്തി മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. നിർഭയരും ആകണം. കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് സന്തോഷമുള്ളത്. നിങ്ങൾ പറയും, നമ്മൾ ഈശ്വരൻ്റെ സ്റ്റുഡൻസ് ആണ്. നമ്മെ ബാബ പഠിപ്പിക്കുന്നു. ഭഗവാൻ ഉവാച ഉണ്ട്, ഹേ കുട്ടികളെ, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുവാൻ പഠിപ്പിക്കുന്നു. എവിടെ പോവുകയാണെങ്കിലും സെൻറ്റേഴ്സിൽ പോകുമ്പോഴും ബുദ്ധിയിലുണ്ട്, ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ സെൻറ്റേഴ്സിൽ കേൾക്കുന്നു. ബാബയാണ് മുരളി നടത്തുന്നത്. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതും നിങ്ങളുടെ യാത്രയായി. യോഗം എന്ന വാക്ക് ശോഭിക്കുന്നില്ല. മനുഷ്യർ അമർനാഥിലും ബദരീനാഥിലും യാത്ര ചെയ്യുന്നതിനായി കാൽനടയായി പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പരിധിയില്ലാത്ത നാടകം പൂർത്തിയാകുന്നു. ബാബ വന്നു കഴിഞ്ഞു. നമ്മെ യോഗ്യരാക്കി
കൊണ്ടുപോകുന്നതിന് വേണ്ടി. നിങ്ങൾ സ്വയം പറയുന്നു, നമ്മൾ പതീതമാണ്. പതീതർക്ക് മുക്തി നേടുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, നിങ്ങൾ പതീതമായിരിക്കുന്നു. അവർ ശരീരത്തെ പതീതമായി മനസ്സിലാക്കി ഗംഗയിൽ സ്നാനം ചെയ്യുവാൻ പോകുന്നു. ആത്മാവിനെ അവർ നിർലേപമായി മനസ്സിലാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, മുഖ്യ കാര്യം തന്നെ ആത്മാവിൻ്റെതാണ്. പറയുന്നുമുണ്ട് പാപാത്മാ പുണ്യാത്മാ എന്ന്. ഈ വാക്ക് നല്ല രീതിയിൽ ഓർമ്മിക്കൂ. മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കുകയും വേണം. നിങ്ങൾക്ക് തന്നെയാണ് പ്രഭാഷണവും മറ്റും നടത്തേണ്ടത്. ബാബയാണെങ്കിൽ ഗ്രാമങ്ങളിലും തെരുവുകളിലുമൊന്നും പോവുകയില്ല. നിങ്ങൾ ഓരോ വീട്ടിലും ഈ ചിത്രം വെക്കണം. 84ന്റെ ചക്രം എങ്ങനെ തിരിയുന്നു. ഏണിപ്പടിയിൽ വളരെ സ്പഷ്ടമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, സദോ പ്രധാനമാകൂ. തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പവിത്രമാകാതെ വീട്ടിലേക്ക് പോകില്ല. ഈ ചിന്ത ഉണ്ടായിരിക്കട്ടെ. വളരെയധികം കുട്ടികൾ എഴുതുന്നു, ബാബ, നമുക്ക് വളരെയധികം കൊടുങ്കാറ്റുകൾ വരുന്നു. മനസ്സിൽ വളരെ മോശമായ ചിന്തകൾ വരുന്നു. മുൻപ് വരുമായിരുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ ഈ ചിന്ത നടത്താതിരിക്കൂ. മുൻപ് നിങ്ങൾ യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ ആയിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയിലിരുന്ന് മായയുടെ മേൽ ജയം നേടേണ്ടതുണ്ട്. ഇത് ഓരോ നിമിഷവും ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. കെട്ടിട്ട് വയ്ക്കണം. ഇതുപോലെ മാതാക്കൾ കെട്ടിട്ട് വയ്ക്കാറുണ്ട്. പുരുഷന്മാർ പിന്നെ നോട്ട്ബുക്കിൽ എഴുതുന്നു, നിങ്ങളുടെ ഈ ബാഡ്ജ് നല്ല അടയാളമാണ്. നമ്മൾ പ്രിൻസ് ആകുന്നു. ഇത് ബെഗർ ടു പ്രിൻസ് ആകാനുള്ള ഗോഡ്ലി യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ പ്രിൻസ് ആയിരുന്നുവല്ലോ. ശ്രീകൃഷ്ണൻ വേൾഡിൻ്റെ പ്രിൻസ് ആയിരുന്നു. ഏതുപോലെ ഇംഗ്ലണ്ടിൻ്റെയും പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്നല്ലോ. അത് പരിധിയുള്ള കാര്യങ്ങളാണ്. രാധാകൃഷ്ണന്മാരാണെങ്കിൽ വളരെ പ്രസിദ്ധമാണ്. സ്വർഗത്തിൽ പ്രിൻസ് പ്രിൻസസ് ഉണ്ടായിരുന്നല്ലോ. അതിനാൽ അവരെ സർവരും സ്നേഹിക്കുന്നു. ശ്രീകൃഷ്ണനാണെങ്കിൽ വളരെയധികം സ്നേഹിക്കുന്നു. രണ്ടുപേരെയും സ്നേഹിക്കേണ്ടതാണ്. ആദ്യം രാധയെ സ്നേഹിക്കേണ്ടതാണ്. എന്നാൽ ആൺകുട്ടികളോട് കൂടുതൽ സ്നേഹമുണ്ടായിരിക്കുന്നു. കാരണം അവരാണ് അവകാശിയാകുന്നത്. സ്ത്രീക്കും പതിയോടാണ് സ്നേഹമുണ്ടായിരിക്കുന്നത്. പതിയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്, ഇത് നിങ്ങളുടെ ഗുരുവും ഈശ്വരനുമാണ്. സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയില്ല. സത്യയുഗത്തിലാണെങ്കിൽ മാതാക്കൾക്ക് മഹിമയുണ്ട്. ആദ്യം ലക്ഷ്മി, പിന്നെ നാരായണൻ. അംബയ്ക്ക് എത്ര റിഗാർഡ് വയ്ക്കുന്നു? ബ്രഹ്മാവിൻ്റെ പുത്രിയാണ്. ബ്രഹ്മാവിന് ഇത്രത്തോളം ഇല്ല. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം അജ്മീറിലുണ്ട്. അവിടെ മേളയും മറ്റും നടക്കുന്നു. അംബയുടെ ക്ഷേത്രത്തിലും മേള നടക്കുന്നു. വാസ്തവത്തിൽ ഈ മേളകളെല്ലാം തന്നെ മലിനം ആക്കുന്നതിനു വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ ഈ മേളയാണ് സ്വച്ഛമാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സ്വച്ഛമായ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ജലത്തിലൂടെ പാപമൊന്നും നശിക്കുന്നില്ല. ഗീതയിലുമുണ്ട്, ഭഗവാൻ ഉവാച മന്മനാഭവ. ആദിയിലും അന്തിമത്തിലും ഈ വാക്കുണ്ട്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് ആദ്യം ഭക്തി ആരംഭിച്ചത്. സദോ പ്രധാന ഭക്തി പിന്നെ സദോ രജോ തമോ ഭക്തിയാകുന്നു. ഇപ്പോൾ നോക്കൂ, മണ്ണും കല്ലും തുടങ്ങി എല്ലാത്തിൻ്റെയും ചെയ്യുന്നു. ഇതെല്ലാം അന്ധവിശ്വാസമാണ്. ഈ സമയം നിങ്ങൾ സംഗമത്തിൽ ഇരിക്കുന്നു. ഇത് തലകീഴായ വൃക്ഷമാണല്ലോ. മുകളിലാണ് ബീജം. ബാബ പറയുന്നു, ഈ മനുഷ്യ സൃഷ്ടിയുടെ ബീജം രചയിതാവ് ഞാനാകുന്നു. ഇപ്പോൾ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. തൈ നടുകയാണല്ലോ. വൃക്ഷത്തിൻ്റെ പഴയ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു. പുതിയ ഇലകൾ വരുന്നു. ഇപ്പോൾ ബാബ ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം ഇലകളുണ്ട്. അത് മിക്സായി പോയി. സ്വയം തന്നെ ഹിന്ദു ആണെന്ന് പറയുന്നു. വാസ്തവത്തിൽ
ഹിന്ദു എന്നത് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരാണ്. ഹിന്ദുസ്ഥാന്റെ വാസ്തവ നാമം തന്നെ ഭാരതമെന്നാണ്. അവിടെ ദേവതമാർ വസിച്ചിരുന്നു. മറ്റൊരു ദേശത്തിൻ്റെയും നാമം മാറുന്നില്ല. ഇതിൻ്റെ നാമം മാറ്റി ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നു. ബൗദ്ധർ നമ്മുടെ ധർമ്മം ജാപ്പനീസോ ചൈനീസോ ആണ് എന്ന് പറയുകയില്ല. അവർ തങ്ങളുടെ ധർമ്മത്തെ ബൗദ്ധം എന്നാണ് പറയുക. നിങ്ങളിൽ ആരും തന്നെ സ്വയം ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതാണ് എന്ന് പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ പറയൂ, ആ ധർമ്മം എപ്പോൾ ആര് സ്ഥാപിച്ചു? ഒന്നും തന്നെ പറയുവാൻ സാധിക്കില്ല. കൽപ്പത്തിൻ്റെ ആയുസ്സും നീണ്ടതാക്കി. ഇതിനെയാണ് അജ്ഞാന അന്ധകാരം എന്ന് പറയുന്നത്. ഒന്നാമതായി സ്വന്തം ധർമ്മത്തെ അറിയില്ല. രണ്ടാമതായി ലക്ഷ്മി നാരായണന്റെ രാജ്യത്തെ വളരെ ദൂരെ കൊണ്ടുപോയി. അതിനാൽ ഘോര അന്ധകാരം എന്ന് പറയുന്നു. ജ്ഞാനവും അജ്ഞാനവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ജ്ഞാനസാഗരം ഒരേ ഒരു ശിവ് ബാബയാണ്. അതിൽ നിന്നും ഒരു കുടം നൽകുന്നത് പോലെയാണ്. കേവലം ആരെയും ഇത് കേൾപ്പിക്കൂ, ശിവ് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇത് ഒരു കൈക്കുമ്പിൾ ജലം പോലെ ആയല്ലോ. ആരെങ്കിലും സ്നാനം ചെയ്യുന്നുവെങ്കിൽ കുടം നിറച്ചു കൊണ്ടുപോകുന്നു. ചിലർ ചെറിയ ചെറിയ കുടങ്ങൾ കൊണ്ടുപോകുന്നു. ദിവസവും ഓരോരോ തുള്ളി മൺകുടത്തിൽ വീഴ്ത്തി അതിനെ ജ്ഞാനജലമായി മനസ്സിലാക്കി കുടിക്കുന്നു. വൈഷ്ണവർ വിദേശത്തേക്കും കുടത്തിൽ ഗംഗാജലം നിറച്ചു കൊണ്ടുപോകുന്നു. പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഈ മുഴുവൻ ജലവും പർവ്വതങ്ങളിൽ നിന്നുമാണ് വരുന്നത്. മുകളിൽ നിന്നും ജലം വീഴുന്നു. ഈ കാലത്ത് നോക്കൂ, കെട്ടിടങ്ങളും എത്ര ഉയർന്നതാണ്. 100 നില വരെ ഉണ്ടാക്കുന്നു. സത്യയുഗത്തിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കില്ല. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഭൂമി ലഭിക്കുന്നു, കാര്യം ചോദിക്കുകയേ വേണ്ട. ഇവിടെ വസിക്കുന്നതിനു വേണ്ടി ഭൂമിയില്ല, അതിനാൽ ഇത്രയും നിലകൾ ഉണ്ടാക്കുന്നു. അവിടെ ധാന്യങ്ങളും അളവറ്റ രീതിയിൽ വിളയുന്നു. അമേരിക്കയിലാണെങ്കിൽ ധാന്യങ്ങൾ വളരെയധികമാകുമ്പോൾ കത്തിച്ചു കളയുന്നു. ഇത് മൃത്യുലോകമാണ്, അത് അമരലോകമാണ്. പകുതിക്കൽപ്പം അവിടെ നിങ്ങൾ സുഖമായി വസിക്കുന്നു. കാലന് ഉള്ളിലേക്ക് കയറുവാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് ഒരു കഥയുമുണ്ട്. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. പരിധിയില്ലാത്ത കാര്യങ്ങളിൽ നിന്നും പിന്നെ പരിധിയുള്ള കഥകൾ ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ഗ്രന്ഥം ആദ്യം എത്ര ചെറുതായിരുന്നു, ഇപ്പോഴാണെങ്കിൽ എത്ര വലുതാക്കിയിരിക്കുന്നു. ശിവബാബ എത്ര ചെറുതാണ്, ആ ഒന്നിൻ്റെയും എത്ര വലിയ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നു. ബുദ്ധന്റെ ചിത്രവും പാണ്ഡവരുടെ ചിത്രവും വളരെ വലുതും നീണ്ടതുമായി ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ആരും ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഈ എയിം ഒബ്ജക്റ്റിന്റെ ചിത്രം ഓരോ വീട്ടിലും വെക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പഠിച്ച് ഇതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കരയുവാൻ പാടില്ല. ആര് കരയുന്നുവോ അവർ നഷ്ടപ്പെടുത്തുന്നു, ദേഹാഭിമാനത്തിലേക്ക് വന്നു പോകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. ഇതിൽ തന്നെയാണ് പ്രയത്നം തോന്നുന്നത്. ആത്മാഭിമാനി ആകുന്നതിലൂടെ തന്നെയാണ് സന്തോഷത്തിന്റെ രസം കയറുന്നത്. മധുരമായ ബാബയുടെ ഓർമ്മ വരുന്നു. ബാബയിലൂടെ നമ്മൾ സ്വർഗത്തിന്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ നമ്മെ ഈ ഭാഗ്യശാലി രഥത്തിൽ വന്ന് പഠിപ്പിക്കുന്നു. രാവും പകലും ബാബ ബാബ എന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ പകുതി കൽപ്പത്തെ പ്രിയതമകളാണ്. ഭക്തർ ഭഗവാനെ ഓർമ്മിക്കുന്നു. ഭക്തർ അനേകമുണ്ട്. ജ്ഞാനത്തിൽ എല്ലാവരും ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ആ ഒന്ന് സർവരുടെയും പിതാവാണ്. ജ്ഞാനസാഗരമായ ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. മായയുടെ കൊടുങ്കാറ്റുകൾ വരിക തന്നെ ചെയ്യും. ബാബ പറയുന്നു,
ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റ് എനിക്കാണ് വരുന്നത്. കാരണം ഏറ്റവും മുന്നിൽ ഞാനാണ്. എൻ്റെ അടുത്ത് വരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ അടുക്കൽ എത്ര വരുന്നുണ്ടാകും, കുഴങ്ങിപ്പോകുന്നുണ്ടാകും എന്ന്. അനേകം പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റുകൾ വരുന്നു. ഏതൊന്നാണോ അജ്ഞാന കാലത്തിൽ പോലും ഒരിക്കലും വന്നിട്ടില്ലാത്തത് അതും വരുന്നു. ആദ്യം എനിക്കാണ് വരേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കിക്കും? ഇദ്ദേഹമാണ് ഫ്രണ്ടിൽ. റുസ്തമാണെങ്കിൽ മായയും റുസ്തമിനോട് റുസ്തമായി യുദ്ധം ചെയ്യുന്നു. മല്ലയുദ്ധത്തിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗ്രേഡ് ഉണ്ടായിരിക്കും. ബാബയുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റ് വരുന്നു. അതിനാൽ ബാബ പറയുന്നു, ഈ കൊടുങ്കാറ്റുകളെ ഭയപ്പെടാതിരിക്കൂ. കേവലം കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത്. ചിലർ പറയുന്നു, ജ്ഞാനത്തിൽ വന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഇതിനേക്കാൾ ജ്ഞാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. സങ്കല്പം തന്നെ വരില്ലായിരുന്നു. ഇതാകട്ടെ യുദ്ധമാണല്ലോ. സ്ത്രീ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോഴും പവിത്ര ദൃഷ്ടി ഉണ്ടായിരിക്കട്ടെ. മനസ്സിലാക്കണം, ശിവ് ബാബയുടെ കുട്ടികളായ നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്. പിന്നെ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ ആകുന്നതിലൂടെ സഹോദരി സഹോദരങ്ങളായി. പിന്നെ വികാരം എവിടെ നിന്നും വന്നു? ബ്രാഹ്മണർ ഉയർന്ന കുടുമിയാണ്. അവർ തന്നെയാണ് പിന്നെ ദേവതയാകുന്നത്. അപ്പോൾ നമ്മൾ സഹോദരി സഹോദരനാണ്. ഒരു ബാബയുടെ കുട്ടികൾ കുമാർ കുമാരിയാണ്. അഥവാ രണ്ടുപേരും കുമാർ കുമാരിയായി കഴിയുന്നില്ല എങ്കിൽ പിന്നെ വഴക്കുണ്ടാകുന്നു. അബലകളുടെ മേൽ അത്യാചാരം ഉണ്ടാകുന്നു. പുരുഷന്മാരും എഴുതുന്നു, എൻ്റെ പത്നി പൂതനയെ പോലെയാണ്. വളരെ പ്രയത്നമുണ്ട്. യുവാക്കൾക്ക് വളരെയധികം പ്രയത്നമുണ്ടാകുന്നു. ആരാണോ ഗാന്ധർവ വിവാഹം ചെയ്ത് ഒരുമിച്ച് കഴിയുന്നത് അവരുടേത് അത്ഭുതം തന്നെ. അവർക്ക് വളരെ ഉയർന്ന പദവി ഉണ്ടാകുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥ ധാരണ ചെയ്യുമ്പോഴാണ്. ജ്ഞാനത്തിൽ തീവ്രമാകണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായയുടെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടുകയോ കുഴങ്ങിപ്പോവുകയോ ചെയ്യരുത്. കേവലം ശ്രദ്ധ വയ്ക്കണം. കർമ്മേന്ദ്രിയങ്ങളിലൂടെ യാതൊരു വികർമ്മവും ഉണ്ടാകരുത്. ജ്ഞാനസാഗരമായ ബാബ നമ്മെ പഠിപ്പിക്കുന്നു, ഈ സന്തോഷത്തിൽ ഇരിക്കണം. സദോ പ്രധാനമാകുന്നതിനായി ആത്മാഭിമാനി ആകാനുള്ള പ്രയത്നം ചെയ്യണം. ജ്ഞാനത്തിൻ്റെ വിചാരസാഗര മഥനം ചെയ്യണം. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. വരദാനം: ശുഭചിന്തനത്തിലൂടെ ജ്ഞാനസാഗരത്തിൽ ലയിക്കുന്ന അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവിയായി ഭവിക്കട്ടെ. ഏതുപോലെ സാഗരത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന ജീവജന്തുക്കൾ സാഗരത്തിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. മത്സ്യവും ജലത്തിനുള്ളിൽ കഴിയുന്നു. സാഗരം അഥവാ ജലം തന്നെയാണ് അവരുടെ ലോകം. അതേപോലെ കുട്ടികളായ നിങ്ങളും ശുഭചിന്തനത്തിലൂടെ ജ്ഞാനസാഗരമായ ബാബയിൽ സദാ ലയിച്ചിരിക്കൂ. സാഗരത്തിൽ ലയിക്കുന്നതിൻ്റെ അനുഭവം നേടാത്തതുവരെയും അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുന്നതിൻ്റെയും സദാ ഹർഷിതമായിരിക്കുന്നതിൻ്റെയും അനുഭവം ചെയ്യുവാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി സ്വയം തന്നെ ഏകാന്തവാസിയാക്കൂ. അതായത് സർവ ആകർഷണങ്ങളുടെയും വൈബ്രേഷനിൽ നിന്നും അന്തർമുഖിയാകൂ. സ്ലോഗൻ: തൻ്റെ മുഖം ചലിക്കുന്ന മ്യൂസിയം ആക്കൂ. അതിൽ ബാബയാകുന്ന ബിന്ദു കാണപ്പെടട്ടെ. അവ്യക്ത സൂചന:
അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. സ്വയം തന്നെ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വേറിട്ടവർ ആക്കുന്നതിനായി അവതാരമായി മനസ്സിലാക്കൂ. അവതാരമാണ്. ഈ സ്മൃതിയിലിരുന്ന് ശരീരത്തിൻ്റെ ആധാരം എടുത്ത് കർമ്മം ചെയ്യൂ. എന്നാൽ ചെയ്യുന്നവനാണ് എന്ന ബോധത്തിൽ നിന്നും വേറിട്ടവരായി കർമ്മം ചെയ്യൂ. ഞാനാണ് ചെയ്തത്, ഞാനാണ് ചെയ്യുന്നത്, ഈ സങ്കല്പം പോലും സമർപ്പിക്കൂ. അപ്പോൾ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടുകയില്ല. ദേഹത്തിൽ ആയിരിക്കുമ്പോഴും വിദേഹി അവസ്ഥയുടെ അനുഭവം ഉണ്ടാകും. ഓം ശാന്തി. ഒരു സെക്കൻഡിൽ ശബ്ദത്തിന് ഉപരിയായി അശരീരി ആത്മസ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ അശരീരി അവസ്ഥയിൽ ഞാൻ ശക്തി സ്വരൂപ സ്ഥിതി അനുഭവിക്കുന്നു. സർവ്വതിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയമായും സ്ഥിതി ചെയ്യുന്നു. ഈ അലൗകിക ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഞാൻ എൻ്റെ അവ്യക്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ചിറകിലൂടെ ഒരു സെക്കൻഡിൽ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. ബാപ് ദാദയുമായുള്ള അവ്യക്ത കൂടിക്കാഴ്ച എന്നെ ഈശ്വരീയ വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു. ബാപ് ദാദയുടെ ദൃഷ്ടി പ്രാപ്തമാക്കിക്കൊണ്ട് ബിന്ദുരൂപമായി ഒരു സെക്കൻഡിൽ പരംധാമമാകുന്ന ജ്യോതിദേശത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. ഒരു പ്രകാശ ബിന്ദുവായി ഈ ദിവ്യധാമത്തിൽ പരമപ്രിയനായ ശിവബാബയുടെ ബിന്ദുരൂപത്തിൽ ഏകാഗ്രബുദ്ധിയോടെ
ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവശ്രേഷ്ഠമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ദിവ്യ അനുഭവങ്ങളിൽ മഗ്നമാകുമ്പോൾ സമസ്ത ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും ആത്മാവിൽ നിറഞ്ഞ സർവ ഈശ്വരീയ പ്രാപ്തികളുടെയും സമ്പന്ന സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പന്ന സ്വരൂപം എന്നെ സന്തുഷ്ടമണിയാക്കി മാറ്റുന്നു. ഈ സമ്പന്നമായ അവസ്ഥയിൽ ശിവശക്തി സംയുക്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾക്ക് ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കിരണങ്ങൾ ദാനം ചെയ്യുന്നു.